നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ തിരുമുൻപിൽ എടുത്തു വന്ന് അങ്ങയെ ആരാധിക്കാൻ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ അവിടുത്തെ കൃപയാൽ ഉണ്ടെന്ന് നിറയ്ക്കുകയും ഞങ്ങൾക്ക് അങ്ങയെ ആരാധിക്കാൻ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 92-ാമത്തെ ഗീതം നമുക്ക് പാടാം. ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പാപമൊഴിക സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. സകല സത്യത്തിൽ ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സർവ്വ
പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിക സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് വിട്ടുബുദ്ധി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. പരിശുദ്ധന്മാരായി കുറ്റക്കാരായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാത്രം ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. തൊണ്ണൂറ്റിരണ്ടാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 92-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു.
നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എന്റെ കണ്ണെന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറം, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ ഇപ്പോൾ വായിച്ച് കേൾക്കാവുന്നതാണ്. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 8 വരെ. ഉൽപ്പത്തി 17-ന്റെ 1 മുതൽ 8 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആവുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്നു നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്കു പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്കു പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഇവിടെ പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തെ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഫിലമോൻ എഴുതിയ ലേഖനം 8 മുതൽ 22 വരെ. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനുമായി ഇരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. നിന്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യുമെന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം
20-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കേണ്ടതെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. 401-ാം ഗീതം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുക്കുകാരനുമായ അടിയുടെ വായിലെ വാക്കുകളും എൻ്റെ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനങ്ങളും തിരുനാമ മഹത്വത്തിന് അവിടുന്ന് മുഖാന്തരമാക്കണമെന്ന് ഏറ്റവും വിനയമായി അടിയൻ നന്ദിയോട് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിന ആരാധനയിൽ നമ്മായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവികമായ സാന്നിധ്യത്തിൻ്റെ ചൈതന്യം എല്ലാവർക്കും അനുഭവമായി തീരുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗം
നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് ദേവാലയത്തിൽ കൂടുന്നതിൽ നിന്നും വീണ്ടും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ആരാധന ക്രമീകരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നാം മാറ്റപ്പെട്ടിരിക്കുന്നു. എത്രയും വേഗം ഈ സ്ഥിതിഗതികളെല്ലാം ദൈവം മാറ്റിത്തരുന്നതിനായി വളരെ മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച 2 കാര്യങ്ങൾ നാം ഓർക്കുന്നതായ ദിനമാണ്. ഇന്ന് മുതിർന്ന പൗരന്മാരെ ഓർക്കുന്നതായ ദിനമാണ്, സീനിയർ സിറ്റിസൺ സൺഡേ. പ്രായമായിരിക്കുന്നവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ, നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനുള്ളതായ ദിനമാണ് ഈ ദിനാചരണം. അങ്ങനെയുള്ള ഒരു ജീവിതാനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് നമുക്കേവർക്കും ഇടയായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, സെപ്റ്റംബർ മാസം 27-ാം തീയതി എന്ന് നാം പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് വരുന്നതായ ചിന്ത എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ സഭയുടെ രൂപീകരണം. 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഈ ഐക്യസഭ നിലവിൽ പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, ആചാരങ്ങളിൽ ഇരുന്ന സഭകൾ ഒരുമിച്ച് ഏകസഭയായി, ഐക്യസഭയായി പ്രഖ്യാപിക്കപ്പെട്ടതായ ദിനമാണ് സെപ്റ്റംബർ മാസം 27-ാം തീയതി. ദക്ഷിണേന്ത്യ സഭയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ദൈവനാമ മഹത്വത്തിനായി നിലനിൽക്കുന്ന ഒരു സഭയായി വരും നാളുകളിലും ജീവിപ്പാൻ സർവശക്തനായ ദൈവം അടിയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സുവിശേഷ പാഠമായിട്ട് നാം വായിച്ചത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഈ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം മുതൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന മാളിക മുറിയിലെ പ്രഭാഷണങ്ങൾ, തിരുവചനത്തിൽ കർത്താവിന്റെ സുദീർഘമായ 2 പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി. ഒന്ന് ഗിരിപ്രഭാഷണവും, രണ്ടാമത്തത് ഈ മാളിക മുറിയിൽ നിന്നുള്ള കർത്താവിന്റെ പ്രഭാഷണം. കർത്താവ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാൻ തിരഞ്ഞെടുക്കുന്നതായ സമയം ഈ 2 വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പ്രഭാഷണത്തിന്റെ പര്യവസാനം എന്ന പോലെയാണ് കർത്താവിന്റെ ഈ പ്രാർത്ഥന. 17-ാം അധ്യായത്തിന്റെ 26 വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന. നാം സാധാരണ കർത്താവിന്റെ പ്രാർത്ഥന എന്ന പേരിൽ പറയപ്പെടുന്നത് വേറൊരു വേദഭാഗം. എന്നാൽ വാസ്തവത്തിൽ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് കർത്താവിന്റെ പ്രാർത്ഥന. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്. മറ്റത് കർത്താവ് ശിഷ്യന്മാരെ നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചതായ പ്രാർത്ഥന. 17-ാം അധ്യായം ആരംഭിക്കുന്നത് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുവാനായി കർത്താവ് തീരുമാനിക്കുമ്പോൾ, ആരംഭിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് തന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. 3 കാര്യങ്ങളാണ്, 3 ആവശ്യങ്ങളാണ് കർത്താവിന്റെ നാവിൽ നിന്ന് ഉയരുന്നതായിട്ട് നാം കാണും. ആദ്യത്തെ ഭാഗത്ത് 5 വാക്യങ്ങളിൽ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഭാഗം നാം ശ്രദ്ധിക്കുന്നതായ സമയത്ത് വളരെ ചാരിതാർത്ഥ്യ ബോധത്തോടുകൂടെയാണ് കർത്താവ് പറയുന്നത്, പുത്രനെ മഹത്വപ്പെടുത്തണമേ, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. വളരെ വളരെ സ്തോത്രത്തോടെയാണ്, ചാരിതാർത്ഥ്യ ബോധത്തോടുകൂടെയാണ് കർത്താവ് പറയുന്നത്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു, നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ നിന്നെ വെളിപ്പെടുത്തി. ഇഹലോക ജീവിതത്തിന്റെ അന്ത്യത്തിൽ
പിതാവിന്റെ മുൻപിൽ നിന്ന് ഏറെ സന്തോഷത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന വേല ഞാൻ തികച്ചു, ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി. രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതായ യേശുവിന്റെ പ്രാർത്ഥന. അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 20 മുതലുള്ള വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുന്നതായ സമയത്ത് അവിടെ നാം കാണുന്നത് ഈ ശിഷ്യന്മാരുടെ ശുശ്രൂഷയിലൂടെ, പ്രവർത്തനത്തിലൂടെ രൂപപ്പെടുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള യേശുവിന്റെ പ്രാർത്ഥന. ഈ രണ്ടാമത്തെ 2ഉം 3ഉം ഭാഗങ്ങളിലുള്ള കർത്താവിന്റെ അപേക്ഷകളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, കർത്താവിന്റെ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഐക്യത. അവരെ ഐക്യതയുള്ളവരാക്കി അവിടുന്ന് തീർക്കണം. നമ്മുടെ ജീവിതങ്ങളിലുള്ള അനൈക്യം പലപ്പോഴും നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഒരനുഭവമാണെന്ന് നമുക്കെല്ലാം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആവർത്തിച്ച് ഈ വേദഭാഗത്തൊക്കെ പറയുന്നതായ കാര്യം അതാണ്. അവർ എല്ലാവരും ഒന്നാകേണ്ടത്. CSI സഭയുടെ ആപ്തവാക്യം തന്നെ അതാണ്, മോട്ടോ തന്നെയാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനത്തോടെ നാം കാണേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്യോന്യമുള്ളതായ നമ്മുടെ ഐക്യതയുടെ സ്നേഹത്തിന്റെ ഭാവം നിലനിർത്താനായി നമുക്ക് ഏവർക്കും സാധിക്കും. രണ്ടാമത്തെ, കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. ഈ ദുഷ്ട ലോകത്തിലെ പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, പരീക്ഷകളിൽ, പ്രലോഭനങ്ങളിൽ ഈ ശിഷ്യഗണങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്നുള്ള കർത്താവിന്റെ പ്രാർത്ഥന. മൂന്നാമത് കർത്താവ് പ്രാർത്ഥിക്കുന്നത് അവരെ വിശുദ്ധീകരിക്കും. സഭയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ, ശിഷ്യഗണങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ, കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ. അവർ ഐക്യതയുള്ളവരാകണം. അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലൗകികരാകാതെ ഈ ലോകത്തിൽ ജീവിക്കപ്പെടുവാനായിട്ട് അവർക്ക് സാധ്യമായിട്ടില്ല. അവർ ഈ ലോകത്തിൽ വിശുദ്ധരായി തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ടിടയാണ്. അതുകൊണ്ട് 26 വാക്യങ്ങളുള്ളതായ ഈ പ്രാർത്ഥന നാം ശ്രദ്ധിക്കുന്നതായ കർത്താവ് തൻ്റെ പിതാവിന്റെ മുൻപിൽ തൻ്റെ ഹൃദയത്തിന്റെ ഭാരം സമർപ്പിക്കുകയും ക്രൂശിന്റെ നിഴലിലുള്ളതായ പ്രാർത്ഥനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത വിവരണം നാം കാണുന്നത്, കർത്താവ് ഗത്സമന തോട്ടത്തിലേക്ക് പ്രവേശിക്കും. അവിടെ തൻ്റെ സ്വന്തമായ ഒരു പ്രാർത്ഥന നാം കാണുന്നു. എന്നാൽ ഇവിടെ പരസ്യമായി എല്ലാവർക്കും കേൾക്കത്തക്ക വിധത്തിൽ സ്വർഗത്തേക്ക് നോക്കി കർത്താവ് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത് നാം വളരെ സ്തോത്രത്തോടെ, സന്തോഷത്തോടെ എപ്പോഴും ഓർക്കുന്നതായ ഒരു വസ്തുത. എന്നാൽ ഈ 17-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കേണ്ടതായ ഒരു വസ്തുത എന്ന് പറയുന്നത്, അവിടുന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്നത് നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ നമ്മെ ബലപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യം. ഈ കർത്താവിന്റെ പ്രാർത്ഥന ഫലകരമായി തീരുവാൻ, യാഥാർത്ഥ്യമായി തീരുവാൻ നാം ഐക്യതയുള്ളവരായി ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും ലൗകികരാകാതെ ജീവിക്കാനുള്ള ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി നിലനിൽക്കുക. അതുപോലെ അശുദ്ധികൾ നമുക്ക് കേൾക്കാതെ വിശുദ്ധിയുടെ അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ കാത്തുകൊള്ളും. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുക. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ
യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ചയിൽ പിറന്നാൾ, വിവാഹ വാർഷികം കൊണ്ടാടുന്നവരുടെ പേരുകൾ വായിക്കട്ടെ. ആദിത്യനായി പ്രഷ്യസ്, ജേക്കബ് സി കോശി ചിങ്കോഷ്, റീന ജോസഫ് കളത്തുങ്കൽ സിയോൺ, ജെറിക് വർഗീസ് പുത്തൻവീട്ടിൽ, വിൽസൺ എ ഡേവിഡ് പ്രിൻസി കോട്ടേജ്, അഭയ കോശി ജോഷുവ ആലുമുട്ടിൽ, ഗ്രേസ് ജോൺ പൂരംകുളം, ഷീബ ബെഞ്ചമിൻ റോസ്കായ്, അമിൽ ജോൺ തോംസൺ രാജമന്ദിരം. വിവാഹ വാർഷികം മിസ്റ്റർ ആൻഡ് മിസസ് സുജിത് തോമസ് സ്വപ്ന. ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അനുദിനം അവിടുന്ന് പകരുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കായും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അവിടുന്ന് തരുന്ന പരിപാലനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ മക്കളെ ഞങ്ങൾ അവിടുത്തെ സർവശക്തിയുള്ള കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജന്മദിനവും വിവാഹവാർഷികവും കൊണ്ടാടുന്ന നിന്റെ മക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളിൽ അവിടുന്ന് പകരുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓർക്കുക. നന്ദിയോടുകൂടെ അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കൃതജ്ഞതയുള്ള സമർപ്പണത്തോടുകൂടെ അവിടുന്ന് നൽകുന്ന ജീവിതത്തിന്റെ നാളുകൾ കഴിക്കാനും എന്റെ ദാസർക്ക് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തിന് സ്തോത്രം കരയറ്റുവാനും അവിടുന്ന് നൽകുന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. ദൈവകരങ്ങളിൽ നിന്റെ മക്കളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഭദ്രമായി സൂക്ഷിക്കുകയും
അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് നിറവേറ്റി ജയത്തോടെ നിന്റെ മക്കളെ നടത്തുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പെന്തക്കോസ്തിന് പിൻപ് 17-ാം ഞായറാഴ്ചയിലേക്കുള്ള അപേക്ഷ. CSI ദിനം തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നാകണമെന്ന് പ്രാർത്ഥിച്ച പ്രിയപുത്രന്റെ പിതാവായ സർവശക്തനായ ദൈവമേ, ദക്ഷിണേന്ത്യയിൽ സഭകളുടെ ഐക്യം യാഥാർത്ഥ്യമാക്കിയ ഞങ്ങളൊരു ഹൃദയത്തോടും ഒരാത്മാവോടും ഞങ്ങളെ തന്നെ നിന്റെ സേവനത്തിൽ പ്രതിഷ്ഠിക്കുവാനും നിന്റെ സ്നേഹത്തിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാനും കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമശിഹാമൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധിയാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങളിൽ നിന്നല്ലോ വരുന്നതും നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ എവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിൽ നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരു വിശുദ്ധ ദിന ആരാധനയിൽ കൂടെ പങ്കുചേരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ കൃപകൾക്കായും മനഃപൂർവ്വമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. നമ്മുടെ ചുറ്റുപാടുകളുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം. അനുദിനം നമ്മെ വളരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ കോവിഡ് രോഗബാധയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവിൽ സർവശക്തനായ ദൈവമേ, അവിടുത്തെ പരിപാലനത്തെ അവിടുത്തെ ജനത്തിന്മേൽ അവിടുന്ന് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ലോകരാഷ്ട്രങ്ങളെയും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ രോഗബാധയ്ക്കെതിരായുള്ള പോരാട്ടത്തെ ഫലകരമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ കരങ്ങൾ വീര്യം പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനോടകം രോഗികളായി തീർന്നിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്നവരെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടെ ഈ നാടുകളിൽ ജീവിപ്പാനിടയങ്ങളെ ഓരോരുത്തരെയും സ്വർഗ്ഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി
പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്തിന്റെ അളവ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും നാം പാർക്കുന്ന ഈ പട്ടണത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദേശത്തിന്മേൽ ദൈവമേ അവിടുത്തെ കൃപയോകുന്ന പകർന്നു. ഈ വലിയ വിപത്തിൽ നിന്നും ഈ മഹാമാരിയിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദക്ഷിണേന്ത്യ സഭയ്ക്കായി നന്ദിയോടുകൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ലോകത്തിന് മുമ്പിൽ ഒരു വലിയ അത്ഭുതമായി ഈ ഐക്യസഭയെ ദൈവം രൂപപ്പെടുത്തിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സ്നേഹം, നമ്മുടെ ഐക്യത ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീരുവാൻ ഈ നാളുകളിൽ അവിടുന്ന് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അനൈക്യത്തെയും ചിദ്രവാസനകളെയും സഭയിൽ നിന്ന് അവിടുന്ന് നീക്കിക്കളയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദക്ഷിണേന്ത്യ സഭയുടെ എല്ലാ മഹായിടവകൾക്കായും അതിന്റെ അധ്യക്ഷന്മാർക്കായും മോഡറേറ്റർക്ക് വേണ്ടിയും ഡെപ്യൂട്ടി മോഡറേറ്റർക്ക് വേണ്ടിയും സഭയുടെ ഔദ്യോഗികമായ ചുമതലകൾ വഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയ്ക്കായി നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഇത്രത്തോളം ദൈവം നമ്മെ കരുതിയ വിധങ്ങൾക്കായി നടത്തിയ വഴികൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഓരോ വ്യക്തി ജീവിതങ്ങളെയും നമുക്ക് ദൈവം മുൻപിലാത്ത പ്രാർത്ഥിക്കാം. പല അവസ്ഥയിലും സ്ഥിതിയിലുമായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ദുഃഖഭാരത്തിൽ കഴിയുന്നവർ, ശാരീരികമായ ക്ഷീണതയിലും മറ്റ് പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നതായി കഴിയപ്പെട്ടു. പലതരത്തിലുള്ള ആവശ്യങ്ങളുടെ മുഖത്തിരിക്കുന്നവർ ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് മക്കളുടെ ആവശ്യങ്ങളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് ദൂരെ പാർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം മുൻപിൽ ഏൽപ്പിക്കാം. കർത്താവിന്റെ കാരുണ്യമേറിയ കരങ്ങളുടെ പരിപാലനവും സംരക്ഷണവും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ആവശ്യമായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ പ്രയാസകരമായ ജീവിതാവസ്ഥയിൽ നിന്നും ഞങ്ങൾക്കൊരു വിടുതൽ അവിടുന്ന് കൽപ്പിച്ചു. സന്തോഷത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും കൂടെ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അടിമൾക്ക് ലഭ്യമാകുവാൻ അവിടുത്തെ ആത്മാവ് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ സ്തോത്രത്തോടുകൂടെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കായും ദൈവതിരുനാമത്തിന് സ്തുതി കരയറ്റിക്കൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആഗ്രഹകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച ജനം പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന് വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളും നന്മയും കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടത് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രശസ്തപ്പെടുത്തേണ്ടത് നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചു.
അവനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം കൃപ അരുളണമേ. ആമേൻ. 252 കീർത്തനം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. നിത്യനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേ ആരാധിക്കാനായി തിരുമുൻപിൽ ചേർന്ന് വന്ന ഞങ്ങളെ അവിടുത്തെ കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വിഷമകരമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ ദൈവമായ കർത്താവേ, അവിടുത്തെ കരങ്ങൾ പ്രവർത്തിക്കണമേ എന്നടിയുള്ള പ്രാർത്ഥന ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവിധ ഭവനങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ സഹകരിച്ച എല്ലാവരുടെ മേലും അവിടുത്തെ സ്വർഗീയ അനുഗ്രഹത്തെ അവിടുന്ന് പകർന്നു ദിനംതോറും അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിന്റെ ഈ അവസാന ദിനങ്ങളിലേക്ക് അവിടുന്ന് അനുഗ്രഹത്തോടെ ഞങ്ങളെ കൊണ്ടുവന്നതോർത്ത് കർത്താവേ, ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. അത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും ദിനങ്ങളാണ് ഞങ്ങൾക്ക് ലഭിക്കാൻ അവിടുന്ന് തിരുവിഷ്ടമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ പരിപൂർണമായി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.